അപ്പോൾ എങ്ങനെയാണ് ഗൈസ്, നമുക്ക് പതുക്കെ നമ്മുടെ പാക്കിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? സോ ലെറ്റ്സ് പാക്ക് ടുഗദർ ഫോർ മൈ ഹോസ്റ്റൽ. ആകെ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നപ്പോൾ മൊത്തം മെസ്സായിട്ടോ. ബെഡും റൂമും അങ്ങനെ ഫുള്ളി എല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഡ്രസ്സസ് മുഴുവൻ ഈ ഭാഗത്തായിട്ട് അടുക്കി ഒതുക്കി വെച്ചു. ഇനി ഈ ഭാഗത്തേക്കുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇതിൽ അയൺ ബോക്സ്, സാനിറ്ററി പാഡ്, മാസ്ക്, ലോങ് സ്കെയില്, നൈറ്റ് സ്ലീപ്പ് ആക്ച്വലി കൊതുകുതിരിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് ബാഗ്സിലായിട്ട് കുറച്ചധികം സാധനങ്ങൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ബോക്സിലുള്ളത് പിന്നുകളാണ്, ഇത് അലോവേര ജെല്ലാണ്, പിന്നെ ഇയർ ബഡ്സ് ഒക്കെയാണ് ഇതിലുള്ളത്. ഇത് വെറ്റ് ടിഷ്യൂസ് ആട്ടോ, ബൾക്കായിട്ട് ഇങ്ങനെ വെറ്റ് ടിഷ്യൂ കിട്ടും, അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ മുഴുവൻ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാട്ടോ, സ്റ്റേഷനറി ഐറ്റംസ് ആണ്, പെന്ന്, സ്കെയില് അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതിലായിട്ട് സ്റ്റിക്കി നോട്ട്സ്, നോട്ട് പാഡ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുള്ളത്. പിന്നെ ഷേവിങ് സെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള അഡ്ഹസീവ് ഹൂക്സും കാര്യങ്ങളാണ് ഈ രണ്ട് ഇതിലായിട്ടുള്ളത്. പിന്നെ ടാൽക്കം പൗഡറിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് കോട്ടൺ ബോൾസ് ആണ് കേട്ടോ. പിന്നെ ഇതൊരു ചെറിയ ബ്രഷാണ്, നമുക്ക് വാഷിങ്ങിൻ്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ വിം ബാർ, സ്പൂൺസ്, ബ്രഷസ് കുറച്ചുണ്ട്. പിന്നെ ഇത് സാനിറ്റൈസർ ആണ് കേട്ടോ. പിന്നെ ഇതാ പെൻസിൽ ബോക്സ് ഉണ്ട്. ഇത് സാധാ പെൻസിലാണ് അപ്സരയുടെ. പിന്നെ ഇത് ഡ്രോയിങ് പെൻസിലാട്ടോ. പിന്നെ ഇത് സോപ്പാണ്, ഇതിൽ ബാക്ടീരിയൽ സോപ്പാണുള്ളത്, അഥവാ നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഷോക്സ് ആണ് കുറച്ചെണ്ണം. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇവിടേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നേരത്തെ കാണിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രോളി അങ്ങനെ ഫില്ലായി. ഇനി നമുക്ക് അടുത്ത ബാഗ് എടുക്കാം. പിന്നെ ഇതാ നമ്മളിങ്ങനെ ഒരു ബാഗാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ വളരെ ബേസിക് ആയിട്ട് നമുക്ക് ഹോസ്റ്റലിൽ ചെന്ന ഉടനെ യൂസ് ചെയ്യാനുള്ള ബെഡ്ഷീറ്റ്സ്, അതുപോലെ ബ്ലാങ്കറ്റ്, പിന്നെ പ്രയറിങ്ങിന് വേണ്ടിയിട്ടുള്ള നിസ്കാരക്കുപ്പായം, പിന്നെ ഇതിൽ വരുന്നത് ഡ്രസ് ക്ലിപ്സ്, വാട്ടർ ബോട്ടിൽ, വാസ്ലിന്, ടിഷ്യൂ പേപ്പർ, പിന്നെ ഇങ്ങനെ ഒരു ബാഗും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാഗിൽ ഹോസ്റ്റലിൽ ചെന്ന ഉടനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ് ആട്ടോ. ഒരു തോർത്തുമുണ്ട് ഉണ്ട്. പിന്നെ ഇതിൽ ടോയ്ലറ്ററീസ് ആണുള്ളത്, ഐ മാസ്ക്, ഇതിലൊരു സോപ്പ് ബോക്സ് ഉണ്ട്, അതിലൊരു സോപ്പും വെച്ചിട്ടുണ്ട്. ഇത് ഷോളാണ്. പിന്നെ ഇത് നൈറ്റ് വെയർ ആണ് അതിനുശേഷം ഇടാനുള്ളത്. പിന്നെ ഇവിടെ ഇന്നർ വെയേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ അത്രയാണ് ഈ ഒരു ബാഗിലുള്ളത്. പെട്ടെന്ന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഹോസ്റ്റലിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ബാഗിലാണ് ഏതൊക്കെ ഉള്ളതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഫുള്ള് അവിടെ ഒരു മെസ്സാവും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ബാഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇന്നേഴ്സ് ആട്ടോ. അങ്ങനത്തെ 2 ഇന്നേഴ്സും. പിന്നെ ഇത് ഹാൻഡ് കർച്ചീവ്സ് ആണ്. പിന്നെ ഇത് ഹാൻഡ് സ്ലീവ്സും, അതുപോലെ ഹിജാബിനടിയിലിടുന്ന ഹെഡ് ക്യാപ്പും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് മുഴുവൻ ആ ബാഗിലേക്ക് അടുക്കി വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ബാഗിലും നമ്മൾ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ച് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് ഈ ബാഗാണ് കേട്ടോ. ഈ ബാഗിലാണ് അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ആട്ടോ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ കുറച്ച് ഹാങ്ങേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ. അപ്പോൾ ഇനി ഈ ബാഗ് ഫില്ല് ചെയ്തിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ ബാഗിൽ വെച്ചിട്ടുള്ളത് 2 A4 ബണ്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. ഇനി ബാക്കി ഡ്രസ്സസൊക്കെ ഇതിലേക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ബാഗ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഹാങ്ങേഴ്സ് ഇതിൽ വെക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലെൻ്റെ കോസ്മെറ്റിക് ഐറ്റംസും പിന്നെ കുറച്ച് ജ്വല്ലറീസും അങ്ങനെ എല്ലാതും ആട്ടോ വയ്ക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിലെല്ലാ ഹെയർ ആക്സസറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മളിനി ഈ ബാഗിലാട്ടോ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ ബാഗിൽ നമ്മൾ എല്ലാ സാധനങ്ങളും വെച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എൻ്റെ വാലറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതൊക്കെ നെക്സ്റ്റ് ബാഗിൽ ഉൾക്കൊള്ളിക്കുന്ന സാധനങ്ങളാട്ടോ. ഇതിൽ ഫയൽ, പിന്നെ ഒരു ക്വിഷ്യൻ ഉണ്ട്, ന്യൂസ് പേപ്പർ, ബെൽറ്റ്, കൊട, അതുപോലെ സിഗർ ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ കൊതുകുതിരി എടുത്തില്ലേ, അതിന് വേണ്ടിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഹാങ്ങേഴ്സും, അതുപോലെ ന്യൂസ് പ്രിൻറ്റ്, സോപ്പ് ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതിൽ മെഡിസിൻസ് ആട്ടോ ഉള്ളത്. അതിൽ അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ മെഡിസിൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം നമ്മൾ ഈ ഒരു ബാഗിലായിട്ടാണ് കേട്ടോ അടുക്കി വെക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ പഞ്ചിങ് മെഷീനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാഗും കൂടി ഫില്ലായതോടുകൂടി നമ്മുടെ ബാഗ് പാക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പാക്കിംഗ് ആണുള്ളത്. അടുത്തതായിട്ടൊരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ആട്ടോ ഉള്ളത്. അതിൽ ഹോട്ട് ബാഗ്, ജ്യൂസർ, ഫാന് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എക്സ്റ്റൻഷൻ ബോർഡ്, ടൈം പീസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലോണ്ട്രി ബാഗാണ് കേട്ടോ. ആ ലോണ്ട്രി ബാഗിൽ നമുക്ക് പറ്റാവുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വേപ്പറൈസർ, കെറ്റിൽ, പിന്നെ ഒരു ഡസ്റ്റ്ബിന്ന്, വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതോടുകൂടി നമ്മുടെ പാക്കിംഗ് അവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്തപ്പോൾ ആയിട്ടുള്ളത്. നമുക്ക് ഹോസ്റ്റലിൽ പെട്ടെന്നൊന്നും വീട്ടിൽ വന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ പാക്കിംഗ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.